അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും തോരൻ ഉണ്ടാക്കാൻ അറിയാൻ പറ്റും. പക്ഷേ ഇത്ര എളുപ്പത്തിൽ ഇത്ര ടേസ്റ്റി ആയിട്ട് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു. അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. കൊത്തിയരിഞ്ഞാലാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ കൊത്തിയരിഞ്ഞ ബീട്രൂട്ടാണ് എപ്പോഴും നല്ലത്. അതൊരു വലിയ ബൗളിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 2-3 ചെറിയ വെളുത്തുള്ളി, കറിവേപ്പില, ഒരു മുറി തേങ്ങ, ഒരു 4-5 സ്പൂണ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ബീട്രൂട്ട് വലിയ ബൗളിലോട്ട് മാറ്റിയ ബീട്രൂട്ടിലോട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. തേങ്ങ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തോരന് ടേസ്റ്റ് കൂടും. തേങ്ങ എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീട്രൂട്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് എല്ലായിടത്തും നമ്മുടെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ചെയ്യണം. എന്നാലേ വെള്ളം ഒന്നും അധികം ആവശ്യം വരത്തില്ല. നമുക്ക് നല്ല ടേസ്റ്റിൽ ഇതുണ്ടാക്കി പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റിനും ഉണ്ട്, 5 മിനിറ്റും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ്. നമുക്കിങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ മിക്സ് എല്ലാം കൂടെ ഇതിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 4-5 സ്പൂണ് കുറച്ച് വെള്ളം, 3-4 സ്പൂൺ മതിയാവും, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റിനകം നമുക്കിത് പെട്ടെന്ന് കുക്കായി എടുക്കും. അധികം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. അതായത് കുക്കായിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതതിന് ശേഷം നമുക്ക് ഇത് മാറ്റാവുന്നുള്ളതേ ഉള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ റെഡിയാവും. നമ്മുടെ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നമുക്കിത് മാറ്റാം. കണ്ടാലറിയാം എന്ത് ടേസ്റ്റായിട്ടുള്ള ബീട്രൂട്ട് തോരനാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.